കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രൊമോ വിശേഷത്തിൽ നമ്മൾ കാണുന്ന കാർത്തികയുടെ കമ്പനിയുടെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ അങ്ങനെ നടക്കുവാണ്. അതിന്റെ വിശേഷങ്ങളാണ്. ഉദ്ഘാടനം നടത്താൻ വരുന്നോ കാർത്തികയുടെ അമ്മ ലക്ഷ്മിയാണ് ഉദ്ഘാടനം നടത്താൻ വരുന്നത്. അങ്ങനെ ഉദ്ഘാടനമൊക്കെ നടന്നു കഴിയുമ്പോൾ പ്രകാശൻ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്, കാർത്തിക ആരാന്നുള്ള സത്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു. അങ്ങനെ സരുവിനെ ശാലിനിയൊക്കെ വിവാഹം ക്ഷണിക്കാനായിട്ട് ശിവദാസമേനോനും നിഷ എല്ലാരും കൂടെ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് മനോഹർ പോയി ഒളിച്ചിരിക്കുവാണ്. മനോഹർ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനറിയാം താനാണ് വരുന്നെന്നുള്ള സത്യം ഇവിടെ എല്ലാരും അറിയും. അതോടുകൂടി തന്റെ ജീവിതം തീരും. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പിന്നീട് സരു അങ്ങോട്ട് ഇറങ്ങിയിട്ട് വന്നു. ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അതെ മനുവേടിന് ഇവിടെ പുറത്തു പോയേക്കുവാന്ന്. പക്ഷെ രാഹുൽ അതങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്തില്ല. രാഹുൽ പറഞ്ഞു, പിന്നെ അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കണം. ഈ തർക്കമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ശാരി പറഞ്ഞു, ഇങ്ങേരൊക്കെ തലയ്ക്ക് നല്ല സുഖമല്ല കേട്ടോ ശിവദാസ, അതുകൊണ്ട് ഇങ്ങനെ പറയുന്നതൊന്നും വിശ്വസിക്കണ്ട, ഇടയ്ക്കൊരു ഷോക്കൊക്കെ കൊടുത്താന്ന് പറയണേ. അപ്പൊ അവർക്ക് മനസ്സിലായി രാഹുലിന് കാര്യമായിട്ട് എന്തോ ഉണ്ട്, മനോനില തരെ തകരാറിലായേക്കുവാന്ന്. അങ്ങനെ കല്യാണമൊക്കെ വിളിച്ചിട്ട് അവരങ്ങോട്ട് പോവാണ്. കല്യാണം വിളിച്ചിട്ട് അവരങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ തന്നെ ഷാരിയുടെ അടുത്തേക്ക് രാഹുൽ എന്നിട്ട് ചോദിച്ചു, നീ എന്തൊക്കെയാ അയാളോട് പറഞ്ഞേന്ന് ചോദിക്കുക. അല്ല എന്താ ഞാൻ പറഞ്ഞേ, എന്റെ തലയ്ക്ക് സുഖമില്ലെന്നോ? ഉള്ള കാര്യമല്ലേ പറഞ്ഞേ, ഇല്ലാത്ത കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ലോ. അനാവശ്യം പറയരുത് കേട്ടോ, എന്റെ തലയ്ക്കല്ല നിന്റെ തലയ്ക്കാ സുഖമില്ലാത്ത എന്നും പറഞ്ഞിട്ട് കൈ ഓങ്ങിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഷാരിനെ അടിക്കാനായിട്ട്. ഈ സെക്കൻഡ് ഷാരി എന്ത് ചെയ്തു, കൈയെല്ലാം കയറി പിടിച്ചു. എന്റെ നേർക്കാനും കൈ ചൂണ്ടിയുണ്ടല്ലോ, ഈ കൈ ഞാൻ തല്ലി ഓടിക്കും പറഞ്ഞേക്കാം. മുമ്പത്തെ പോലെ ഒന്നുമല്ല, എന്റെ ശരീരത്തൊന്ന് തൊട്ട് നോക്ക്. ഈ ശാരിയാണ് നിങ്ങൾ അറിയാൻ പോകുന്നുള്ളൂ. ഇത്രയും കാലത്തെ പോലെയല്ല. ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ഞാൻ താമസിച്ചെങ്കിലും നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിച്ച് ഞാൻ ജീവിച്ചേ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തേലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറയണം. നിനക്ക് എന്താ ശരി പറ്റിയത്, എന്താ പറ്റിയോന്നോ? ഈ സമയത്താണ് സരിയും ഇങ്ങോട്ട് വന്നത്. സരി വന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ അമ്മ ഇത്, വീണ്ടും രണ്ടുപേരും കൂടെ തമ്മിൽ വഴക്കായെന്ന് ചോദിക്കാം. എങ്ങനെ വഴക്കുണ്ടാകാതിരിക്കും? ഇങ്ങർക്ക് തലയ്ക്ക് പ്രാന്താ മോളെ. ഇങ്ങനെ എന്റെ മേലെ എന്നിട്ട് ചാടി കടിക്കാൻ വരുന്നു. പിന്നെ ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞ ആവശ്യമുണ്ടോ? അതിനുള്ള ഞാൻ കൊടുക്കുന്നുണ്ടേ നിങ്ങൾക്ക്. എന്റെ ദൈവമേ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതിയായിരുന്നു. മനുഷ്യന് ഒരു സമാധാനം കിട്ടത്തില്ല. മോള് സങ്കടപ്പെടുവൊന്നും വേണ്ട കേട്ടോ, നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോകാന്ന് ഷാരി സരീവിനോട് പറയാണ്. ഇങ്ങനെ ഇവിടെ കിടക്കട്ടെ, ഇങ്ങനെ ഇവിടെ കിടന്ന് അനുഭവിക്കട്ടെ, അതാ ഇങ്ങർക്ക് വിധിച്ചേക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഷാരി അകത്തേക്ക് കയറി പോവാ. ഈ സമയത്ത് മനോഹർ താഴേക്ക് ഇറങ്ങി വന്നു അവര് പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ. അപ്പൊ സരീവ് അപ്പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്. അപ്പൊ മനോഹറിനെ കണ്ടതിന് രാഹുലിന് സംശയമായി. കാരണം അവര് പോയ കൃത്യസമയത്ത് തന്നെ അവരിറങ്ങി വരണമെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തുണ്ട്. അങ്ങനെ മനോഹറിനെ കണ്ടുകഴിഞ്ഞപ്പോ ചോദിച്ചു, നീ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നോടാന്ന് ചോദിക്കും. അല്ല ഞാൻ ഇതിനകത്ത് ഉണ്ടായിരുന്നു. എന്നിട്ട് നീ എന്താ ഇറങ്ങി വരാത്തെ? എന്തിനാ ഞാനെന്തിനാ ഇറങ്ങി വരുന്നേ? അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. സത്യം പറയടാ, ഇപ്പൊ ഇവിടെ വന്ന ആൾക്കാരെ നീ കണ്ടില്ലേന്ന് ചോദിക്കുക. ആരെ? ഞാനാരെയും കണ്ടൊന്നുമില്ലെന്ന് പറയണം. എന്നിട്ട് സരിയു പറഞ്ഞു, നീ ഇവിടെ ഇല്ല, നീ പുറത്തു പോയെന്നാണല്ലോ പറഞ്ഞേ. അതെനിക്കറിയത്തില്ല എന്താ പറഞ്ഞേന്ന്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പൊ വന്ന അവരും നീയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. എനിക്ക് നല്ല സംശയമുണ്ട്. ഇനിയിപ്പൊ നീയാണോ ആ അമേരിക്കക്കാരന്, നീയാണ് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി അർത്താൻ പോകുന്നത്. പിന്നെ എനിക്ക് വരെ പണിയൊന്നുമില്ല, സത്യം പറയാൻ നിനക്ക് നല്ലത്. ഇത് കേട്ടപ്പോ മനോഹർ പറഞ്ഞു, പിന്നെ എനിക്കതല്ലേ ജോലിന്ന് ചോദിക്കുകയാണ്. ഇനിയിപ്പം സത്യം അതാണെപ്പോലും ഞാൻ ഇനി ആരോടും പറയാനും പോകുന്നില്ല. ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, അത് വേറൊരു കാര്യം. പിന്നെ മറ്റൊന്നും കൊണ്ടല്ല, ഇനിയിപ്പൊ ഞാനത് പറയാൻ പോയിട്ടുണ്ടെങ്കിൽ നീ പറയും താരയുടെ മോള സരിയോ എന്നുള്ള സത്യം ഇതിലൂടെ അനൗൺസ്മെന്റ് ചെയ്ത് നടക്കൂലോ. അതുകൊണ്ട് ഞാൻ അതിനൊന്നും പോകുന്നില്ല. എനിക്കിപ്പോ ഏറ്റവും പ്രധാനം എന്റെ സ്വന്തം തടി തന്നെയാ. അതുകൊണ്ട് ഞാൻ അത് രക്ഷിക്കാനും ശ്രമിക്കോളൂ എന്ന് പറയാം. അത് നല്ലത്. എന്റെ അമ്മായിച്ചിന് പതുക്കെയാളും ബുദ്ധിയും ബോധം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോ രാഹുലിന് ഒരു കാര്യം മനസ്സിലായി. ഇവനാണ് മിക്കവാറും ആ കഥയിലെ നായകന്. ഇവരായിരിക്കും അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. അന്നാ അതോടുകൂടി തീർന്നു. ഇവനിന്റെ അടുത്ത മേച്ചിൽപ്പുറം തേടി കണ്ടുവച്ചിരിക്കുക. തന്റെ മകളെ ഉപേക്ഷിച്ചിട്ട് ഇവൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകും. ഒരു കണക്കിന് നോക്കി അതാ നല്ലത്. ഇവനെ പോലെയുള്ള ഒരു ഫ്രോഡ് തന്റെ മകളുടെ ഭർത്താവായിട്ട് ഇരിക്കുന്നേക്കാളും നല്ലത് ഇവൻ എങ്ങോട്ടേലും പോകുന്നതാ നല്ലതെന്ന് രാഹുലും മനസ്സിൽ വിചാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന കാർത്തിക നേരെ തന്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ്, റിസോർട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ലക്ഷ്മിനെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ലക്ഷ്മി വെച്ചു, എന്തായാലും മോളെ കാര്യങ്ങളൊക്കെ? എന്താവാനമ്മേ, രണ്ടെണ്ണം എന്റെ കാൽച്ചൂട്ടിലുണ്ടെന്ന് പറയാണ്. പിന്നീട് ലക്ഷ്മി ചോദിച്ചു, എങ്ങനെയുണ്ട് രണ്ടുപേരും ചോദിക്കണം. ഉദ്ദേശിച്ച പോലെ ഒന്നല്ല, അതിനേക്കാളും വലിയ വിഷവെത്തുകളാമേ. കല്യാണിയെക്കുറിച്ചും കാദംബരിയെക്കുറിച്ചും ഒക്കെ എന്തൊക്കെയാ പറഞ്ഞാന്നറിയാവോ? അതൊക്കെ കേൾക്കേണ്ട തന്നെയായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ, ഒരു കാരണവശാലും അയാളെ വിശ്വസിക്കരുത്. അല്ലെങ്കിൽ ആര് വിശ്വസിക്കുന്നു? ഞാൻ എന്റെ കാൽച്ചൂട്ടിലേക്ക് കൊണ്ടുവന്ന എന്തിനാ നമുക്ക് നല്ലവണ്ണം അറിയാൻ മേലെ നിൽക്കുക. എനിക്കറിയാൻ മോളെ, ഇനി വേണം അവനിട്ട് ഇപ്പോൾ പണി കൊടുക്കാനായിട്ട്. ഈ ലക്ഷ്മി ആരാന്നുള്ള കാര്യം അവൻ പതുക്കെ അറിഞ്ഞാൽ മതി എന്ന് പറയാം. അല്ല
നാളെയല്ലേ കമ്പനിയുടെ ഉദ്ഘാടനം നടത്തുന്നിരിക്കണം. അതെ, നാളെ ഉദ്ഘാടനം നടത്തുന്നത്. പക്ഷെങ്കില് നാളെ ഉദ്ഘാടനം നടന്നതിന് ശേഷം മാത്രം അവൻ അറിയാവുള്ളൂ. ഉദ്ഘാടനമൊക്കെ അങ്ങനെ കഴിയട്ടെ, അവൻ പതുക്കെ അറിഞ്ഞാൽ മതി. അതുവരെ അവൻ ഇങ്ങനെ മുൾമുനയെ നിർത്തിക്കൊണ്ട് വരണമെന്ന് പറയാം. അതൊക്കെ ഞാൻ തീരുമാനിച്ച കാര്യം അമ്മേ. കാരണം അവനെ കുറച്ചുകൂടെ വളർത്താനുണ്ട്. ഞാൻ വളർന്നു വരട്ടെ, വളർന്ന് പന്തലിച്ചങ്ങ് നിൽക്കട്ടെ. ആ സമയത്ത് വേണം പ്രഹരം കൊടുക്കാനായിട്ട്. കാരണം അങ്ങനെ കൊടുക്കുമ്പോഴാണ് അതിന് ശക്തി ഏറുകയുള്ളൂ. ഇപ്പൊ കൊടുത്തിട്ട് കാര്യമില്ല. ഏറെ പ്രതീക്ഷകൾ മനസ്സിൽ വരണം. അത് മാത്രല്ല, എന്റെ മനസ്സിൽ കുറെ ആശയങ്ങളൊക്കെ ഉണ്ട്. അവനെയും കൂടെ പുറത്തിറക്കണം, വിക്രത്തിനെ. അവനെയും കൂടെ പുറത്തിറക്കിയാലോ കഥയ്ക്ക് ഒരു ക്ലൈമാക്സ് ഉണ്ടാവുള്ളൂ എന്ന് പറയാം. അത് ശരിയാ മോളെ, അന്ന് ശരിയാമേ, നാളെ കാണാന്ന് പറഞ്ഞ് കാർത്തിക തിരികെ പോരുവാണ്. അങ്ങനെ കാർത്തിക പോരുന്ന സമയത്തെല്ലാം കാർത്തികയുടെ മനസ്സിൽ പ്രകാശന്റെ മുഖമായിരുന്നു. എങ്ങനെ അവനിട്ട് ഒരു പണി കൊടുക്കാം. നാളെ കടയിൽ നിന്ന് കമ്പനിയുടെ ഉദ്ഘാടനം നടക്കാൻ പോവാ. പിന്നീട് വന്നു കഴിഞ്ഞിട്ട് കല്യാണിനെ വിളിക്കുന്നുണ്ട്. കല്യാണിനെ വിളിച്ചിട്ട് അല്ല, നാളെ കടയിൽ ഉദ്ഘാടനം രാവിലെ തന്നെയാ, ഒരു 4:30 സമയത്തൊക്കെ ആയിരിക്കും കടയിൽ ഉദ്ഘാടനം നടത്തണേന്ന് പറയാം. അതെ, അത് കുഴപ്പമൊന്നുമില്ല, നാളെ രാവിലെ ഞങ്ങൾ എത്തിയാക്കാന്ന് പറയാം. അതെ, കിരണേട്ടനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയാം. അതൊക്കെ ഏറ്റ് കാർത്തിക ഒന്നും കൂടെ വിഷമിക്കണ്ടെന്ന് പറയാണ്. കാദംബരി ചേച്ചിയോടും ഇങ്ങോട്ട് പറയുന്ന കാര്യം പറഞ്ഞു. ഞങ്ങളെല്ലാം ഓക്കെയാ, അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. കാർത്തിക പറഞ്ഞു, എനിക്ക് ഇവിടെ ആരും അധികം സപ്പോർട്ടായിട്ടില്ല. കാരണം എന്റെ കാര്യങ്ങളെല്ലാം ചെന്നൈയിലാണ്. എനിക്ക് അവിടെയാണ് ബന്ധുക്കളൊക്കെ ഉള്ളത്. ഇവിടെ അധികം ബന്ധുക്കാരൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയാം. ഇനിയിപ്പം ബന്ധുക്കാരുടെ ആവശ്യമൊന്നുമില്ല, ഞങ്ങളൊക്കെ ഇല്ലേ ബന്ധുക്കാരായിട്ട്. പിന്നെ എന്താ കുഴപ്പം? കാർത്തിക ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. അങ്ങനെ കാർത്തിക ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് കാർത്തിക ഇങ്ങനെ ആലോചിച്ചു. നാളെ ഇവരെ വിളിച്ചോണ്ട് പോണം. വേണ്ട, ഇപ്പൊ ഇവരറിയണ്ട. താൻ തന്നെ പോയാൽ നാളെ ആ കമ്പനിയുടെ ഉദ്ഘാടനം അത് കഴിഞ്ഞിട്ട് മതി കാര്യങ്ങളൊക്കെ ഇവരെ അറിയുന്നേ. ഒരുപക്ഷെ വിക്രം കൂടെ ജയിലിൽ നിന്ന് ഇറങ്ങണം, എന്നിട്ട് മതി എന്ന് ഓർക്കുവാണ്. പിന്നീട് മനോഹർ പുറത്തേക്ക് പോകാൻ നേരത്തെ സരി വന്നിട്ട് ചോദിച്ചു, അല്ല മനുവേട്ടൻ പോവാന്ന് പറഞ്ഞിട്ട് പോയില്ലേ എന്ന് ചോദിക്കാം. അതെ, ഞാൻ പോവാൻ തുടങ്ങുക മോളെന്ന് പറയാണ്. അതെ, എനിക്ക് പുറത്തോടെ വരണം, 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു പറയാം. അയ്യോ മോളു, അത് ഇന്ന് വേണ്ട, നമുക്ക് പിന്നെ ഒരു ദിവസം വാങ്ങാന്ന് പറയാം. അതെന്താ മനുവേട്ടൻ അങ്ങനെ പറഞ്ഞേ? അല്ല, അത് പിന്നെ എനിക്ക് ഇന്ന് ഇച്ചിരി തിരക്കുണ്ട്, അതുകൊണ്ടാ. മോളൊരു കാര്യം ചെയ്യേ, അമ്മേനെ വിളിച്ചോണ്ട് പോയിക്കോളാൻ പറയണം. അമ്മയുടെ അവസ്ഥ അറിയാലോ ഇപ്പം. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെയാ. എന്താന്ന് എനിക്ക് അറിയില്ല. അതൊന്നും മോള് കാര്യാക്കണ്ട. അല്ലെ പിന്നെ ഞാൻ പിന്നീട് ഒന്ന് മോളെ കൊണ്ടാന്ന് പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് അങ്ങോട്ട് ശാരി വന്നിട്ട് അവിടെ സാരിയോട് ചോദിച്ചു, അല്ല മനുമോൻ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കണം. പുറത്ത് പോയി, എന്തോ ഒരു കാര്യമുണ്ട്, അത്യാവശ്യ കാര്യമുണ്ട്, ആരെയൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞു. അത് മോളെ ഞാൻ പറയുന്നുണ്ടോന്ന് തോന്നരുത്. എത്രയും പെട്ടെന്ന് തന്നെ അമേരിക്കക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അന്തമ്മ അങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് പോവാന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം ശരിയായി വരണ്ടേ? അതൊന്നും എനിക്കറിയണ്ട. എത്രയും പെട്ടെന്ന് നീ പോണം. ഇനിയിപ്പം എന്നെ കൊണ്ടാൻ പറ്റുമെങ്കിൽ അതും കൂടെ അവനോടൊന്ന് ചോദിച്ചു നോക്ക്. ഞാനും വരാം. എനിക്ക് വയ്യ എവിടെ കിടക്കാനായിട്ട്. ഇവിടെ ഓരോ ദിവസം ചെല്ലുന്തോറും നരകമായിട്ടാ എനിക്ക് തോന്നുന്നത്. നിന്റെ അച്ഛന്റെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരിക. ഇങ്ങനെയാണ് മിക്കവാറും അങ്ങേരെ കൊന്ന് ഞാൻ ജയിലിൽ പോകുന്നു തോന്നേ. അമ്മ എന്തിനാ അച്ഛന്റെ കാര്യത്തിലേക്ക് ഇത്ര ടെൻഷൻ അടിക്കണേ? പിന്നെ അങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന കണ്ടില്ലേ നിൽക്കണം. അച്ഛൻ അങ്ങനെയൊക്കെ പലതും കാണിക്കും. അമ്മ അതൊന്നും മൈൻഡ് ചെയ്യാനേ പോണ്ടെന്ന് പറയാം. മൈൻഡ് ചെയ്യാതിരിക്കുന്ന എങ്ങനെയാ മോളെ? മോള് കാണുന്നല്ലേ അങ്ങയുടെ ഓരോ വട്ടുതരം. ഇന്ന് തന്നെ കണ്ടില്ലേ അവര് വന്നപ്പം എന്തൊക്കെ അനാവശ്യങ്ങളാ മരുമാനെ കുറിച്ച് പറഞ്ഞു പിടിപ്പിച്ചേ. അതൊക്കെ ശരിയാമേ, അതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിച്ചു വയ്ക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ല ഞാൻ അവിടെ പ്രതികരിച്ചേ. അങ്ങനെ പ്രതികരിച്ച് ചെയ്യുമ്പോൾ അങ്ങേർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇതാ ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് നമുക്കിവിടുന്ന് പോകാന്ന്. ശരി, മനുവേട്ടൻ പറയട്ടെ, ഞാൻ പറഞ്ഞു നോക്കാന്ന് പറയണേ. പിന്നീട് മനോഹർ നേരെ നിഷേനെ കാണാനായിട്ട് നിഷയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ നിഷ ഉണ്ടായിരുന്നു അവിടെ. നിഷ കല്യാണം വിളിയൊക്കെ എങ്ങനെയായെന്നൊക്കെ ചോദിക്കണം. അത്യാവശ്യം കുറച്ച് വീടുകളൊക്കെ ആയി മോനെ എന്ന് പറയണം. പിന്നീട് മനോഹർ ചോദിച്ചു, അല്ല അച്ഛനും അമ്മയൊക്കെ വരുമോന്ന് ചോദിക്കണം. അവര് വരാൻ വഴിയില്ല, കാരണം ഇത്ര പെട്ടെന്നല്ലേ കല്യാണം. മാരേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പൊക്കോളാം. പിന്നെ അവിടെയല്ല ഞങ്ങൾ താമസിക്കുന്നേ, അതുകൊണ്ട് പിന്നെ അവർക്ക് കുഴപ്പമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി എന്നാ പറഞ്ഞേ. ഞാൻ നിഷേനും കൂട്ടി അങ്ങോട്ട് പോവല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് നിഷയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം തന്റെ മരുമോന് എല്ലാവരും പറയുന്ന പോലെയല്ല. ഇന്ന് തന്നെയാണെങ്കിൽ രാഹുലിന്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ അയാളെ പറഞ്ഞൊക്കെ പെട്ടെന്ന് നിഷയുടെ അമ്മയുടെ മനസ്സിലേക്ക് വരുവാണ്. കാരണം ശരിക്കും അന്വേഷിച്ചിട്ടും കല്യാണം നടത്താനൊക്കെ. പക്ഷേങ്കിൽ റോണിമോനെ താന് പരിചയപ്പെട്ടപ്പോൾ മുതൽ അവന്റെ സംസാരം പെരുമാറ്റമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോഴാണെങ്കിലും എന്ത് ഭവ്യതയോട് കൂടി അവൻ സംസാരിക്കുന്നേ. തന്നോടും എന്റെ നിഷമോളോടും ഒക്കെ എത്ര താഴ്മയോടും എത്ര നല്ല സ്നേഹത്തോടും കൂടിയാണ് സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ ചില ചിന്തകളൊക്കെ നിഷയുടെ അമ്മയുടെ മനസ്സിലാണ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാന്ന് അവർക്കറിയില്ലായിരുന്നു. കാരണം മനോഹറിനെ പോലെയുള്ള ഫ്രോഡാണ് തന്റെ മകളുടെ വരനാകാൻ പോകുന്നുള്ള സത്യം അവർക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീട് പിറ്റേ ദിവസം രാവിലെ കമ്പനിയുടെ ഉദ്ഘാടനമാണ്. അങ്ങനെ രാവിലെ തന്നെ കാർത്തിക ഒരുങ്ങി കമ്പനിയുടെ ഉദ്ഘാടനത്തിനായിട്ട് പോവാണ്. പിന്നീട് അമ്മേനെയും വിളിച്ചു. അങ്ങനെ ലക്ഷ്മിയും വന്നു.
പിന്നെ അവര് ഉൾക്കാടം നടത്താൻ പോയ സമയത്ത് അങ്ങോട്ട് കിരണും കാദംബരിയും കല്യാണിയൊക്കെ കൂടെ വരുന്നുണ്ട്. അങ്ങനെ അവരുടെ എല്ലാ സാന്നിധ്യത്തില് കടയിൽ ഉൾക്കാടം അങ്ങ് നടക്കുവാണ്. കടയുടെ അല്ല, സോറി, കമ്പനിയുടെ ഉൾക്കാടം നടത്തുവാണ്. അങ്ങനെ കമ്പനിയുടെ ഉദ്ഘാടനം ഒക്കെ നടത്തിയതിനു ശേഷം അമ്മേനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ലക്ഷ്മി അമ്മേനെ കല്യാണിക്കും കിരണിനും എല്ലാവർക്കും പരിചയപ്പെടുത്തുവാണ് കാർത്തിക. ലക്ഷ്മി അമ്മേനെ കണ്ടപ്പോ തന്നെ കല്യാണിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കല്യാണിനും ലക്ഷ്മി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും ലക്ഷ്മി അമ്മ കല്യാണിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കാരണം ലക്ഷ്മി അമ്മയ്ക്ക് അറിയാം തന്റെ ഭർത്താവിന്റെ ക്രൂര വഞ്ചനയ്ക്കിരയായ ഒരു പെൺകുട്ടിയും കൂടെയാണ് ഇവള്. കാരണം അയാൾ ചെയ്ത ക്രൂരത കാരണം എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ചെറുതിലെ എങ്ങോട്ടെന്നില്ലാതെ നടന്നൊരു പെൺകുട്ടിയാണ്. അവളിപ്പോ ഈ നിലയിൽ എത്തിച്ചേർന്നത് തന്റെ മകളെ പോലെ തന്നെയാണ് ഇവളും തനിക്ക്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ ലക്ഷ്മിക്ക് കല്യാണിയോടുണ്ടായിരുന്നു. പിന്നീട് അവര് അങ്ങനെ സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുകയൊക്കെയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കൂടിയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നാളെ അറിയത്തില്ല, നാളെ ഇനിയിപ്പോ പ്രകാശ സത്യങ്ങളൊക്കെ അറിയാമെന്ന്. ഒരു പക്ഷെ നാളെ അറിയിക്കാൻ വഴിയില്ല. കാരണം ഇനി കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് കാർത്തികയ്ക്ക് മുന്നില്. എത്രയും പെട്ടെന്ന് തന്നെ വിക്രത്തിനെ പുറത്തിറക്കണം. എന്നിട്ട് വേണം ബാക്കി ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റാൻ. അതിനുശേഷം മാത്രമേ ഇനി ലക്ഷ്മിയാണ് തന്റെ അമ്മയെന്നുള്ള സത്യമൊക്കെ കാർത്തിക പറയാൻ പോകുന്നുള്ളൂ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.